വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യത്തെ ഏരിയ ഈ ഒരു ലെവലാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലാണ്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വീണ്ടും മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് ഒന്ന് നോക്കാം. ഏറ്റവും താഴത്തെ 64.564 ആൻഡ് 65.177. അടുത്തത് 67.017 ആൻഡ് അടുത്തത് 67.409. ഇനി അടുത്തത് 67.924. അടുത്തത് 68.378. അടുത്തത് 68.954. അടുത്തത് 70.046. അടുത്തത് 71.186. അടുത്തത് 72.302. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കൊരു കൺഫർമേഷൻ ആയി എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ഇനിയിപ്പോൾ എൻട്രി സാധ്യത വരാനുള്ളത് രണ്ട് ഏരിയ എന്ന് പറയുന്ന ഒന്ന് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടി, നല്ലൊരു കൺഫർമേഷൻ കിട്ടി. അതിന്റെ ഒരു ഫോളോ ത്രൂവിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി സാധ്യത പറയാം. അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നും നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത പറയാവുന്നതാണ്. ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ 50 മിനിറ്റ്സിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി അവിടേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ഈ ഒരു ലെവലിലൊക്കെ ഒരുപക്ഷെ മാർക്കറ്റ് വന്നിട്ട് ചിലപ്പോൾ നല്ലൊരു കൺഫർമേഷൻ തന്ന് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്താൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത 1 അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നതും ഈ ഒരു ലെവൽ തന്നെയാണ്. ഈ ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം വലിയ രീതിയിൽ ഒരു സപ്ലൈ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴും അതിന്റെ മുകളിൽ 50 മിനിറ്റ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവൽ നിൽക്കുന്നുണ്ട്. അപ്പൊ സോ ഈ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് അതായത് ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് മുകളിലോട്ട് തന്നെ പോകണമെന്നില്ല. ജസ്റ്റ് മുകളിലത്തെ 50 മിനിറ്റ്സിന്റെ ലെവൽ എടുത്തതിന് ശേഷം വീണ്ടും ചിലപ്പോൾ താഴോട്ടേക്ക് ഒന്ന് കാര്യമായിട്ട് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്.
സോ, അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് ചാർട്ടിൽ വെക്കുക. എന്നിട്ട് അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്കി, അതായത് അതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കി കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.